2011 ഉള്ളൂ. 9 കൊല്ലങ്ങൾക്ക് മുമ്പ് സുന്നത്ത് ജമാഅത്ത് സുന്നത്ത് മാസിക പറയാൻ 2001 ജൂൺ ഇതിന്റെ 17ാമത്തെ പേജിൽ എന്താണ്? നബിദിന ആഘോഷത്തിന്റെ ഉത്ഭവത്തെപ്പറ്റി ആഴത്തിൽ പഠിച്ച, കേട്ടോളിട്ടോ, എങ്ങനെ വെറുതെ പഠിച്ചതല്ല, ഉപരിവിപ്ലവമായി പഠിച്ചതല്ല, ആഴത്തിൽ പഠിച്ച സെന്റൻസിന് എങ്ങനെയാ സുന്നികൾ തയ്യാറാക്കിയതാ, മുജാഹിദുകളുടെ കിതാബെന്നല്ല. നബിദിനാഘോഷത്തിന്റെ ഉത്ഭവം എപ്പോ ഉത്ഭവിച്ചു അതിനെപ്പറ്റി ആയത്തിൽ പഠിച്ച ഇമാം സുയൂത്തിയുടെ അഭിപ്രായത്തിൽ ഹിജ്റ 6-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ തന്നെ നബിദിന ആഘോഷം നടന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. പ്രിയങ്കരരെ, സുന്നത്ത് മാസിക പറയാണെന്ന്, സുന്നികളുടെ സുന്നത്ത് മാസിക യുവാക്കളെ, തെളിവ് ചോദിക്കുന്നവരെ, പണ്ഡിതന്മാരുണ്ടോ എന്ന് ചോദിക്കുന്നവരെ, പ്രമാണമെവിടെ എന്ന് ചോദിക്കുന്നവരെ, നിങ്ങൾക്ക് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നവരെ, ഞങ്ങൾ എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു, സഹാബികൾ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു, താബികൾ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു, താബികൾ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു, മദ്ഹബിന്റെ 4 ഇമാമികൾ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു, മുഹദ്ദിസീങ്ങൾ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഉത്തമമായ തലമുറ അതിന്റെ തലമുറയാണ്, അതിനടുത്ത തലമുറയാണ്, അതിനടുത്ത തലമുറയാണ് എന്ന് പറഞ്ഞ 3 നൂറ്റാണ്ടിൽ ജന്മദിനമില്ല. ഇമാം സുയൂത്തി ജന്മദിനത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചു എന്ന് സുന്നത്ത് മാസികയാ പറയുന്നത്. ആഴത്തിൽ പഠിച്ചിട്ടും ഖുർആൻ കൊണ്ട് തെളിവുദ്ധരിച്ചില്ല, ഹദീസ് കൊണ്ട് തെളിവുദ്ധരിച്ചില്ല. 3 നൂറ്റാണ്ട് കഴിഞ്ഞ് സഹാബികളും താബീങ്ങളും താബീങ്ങളും കഴിഞ്ഞ് 6-ാം നൂറ്റാണ്ടിലാണത്രേ സുയൂത്തിക്ക് പോലും ആഴത്തിൽ പഠിച്ചിട്ട് 6-ാം നൂറ്റാണ്ടിനപ്പുറത്തുള്ളവർ ചെയ്തിട്ടില്ലെന്ന് പറയുന്നു. എന്റെ പ്രിയങ്കരരെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ യുവാക്കളെ നിങ്ങളോട്, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? നിങ്ങൾ ആലോചിക്കുന്നില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഞങ്ങളെപ്പറ്റി നിങ്ങൾ പുത്തൻവാദികൾ എന്ന് പറയും, ഞങ്ങൾ നിങ്ങളെപ്പറ്റി പുത്തൻവാദി എന്ന് പറയും. ഞങ്ങൾ ആധികാരിക തെളിവ് നിങ്ങളാണ് പുത്തൻവാദികൾ എന്ന് നിങ്ങൾ എഴുതിയ സുന്നത്ത് മാസിക ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് 6-ാം നൂറ്റാണ്ടിലാണ് നബിദിനമുണ്ടായത് എന്ന് ആഴത്തിൽ പഠിച്ച ഇമാം സുയൂത്തി പറയുന്നു എന്ന നിങ്ങളുടെ വാക്ക്, നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ എഴുതിയത്, നിങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചത് സുന്നത്ത് മാസികയിലൂടെ നന്മ പഠിപ്പിക്കാനല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? എങ്കിൽ ആ നന്മയായി നിങ്ങൾ പഠിപ്പിച്ചത് അങ്ങേയറ്റം ആഴത്തിൽ പഠിച്ചു നോക്കി. നബിദിനം എന്ന് തുടങ്ങി, സുബൈ നിസ്കാരം എന്ന് തുടങ്ങി എന്ന് ചോദിച്ചാൽ 6-ാം നൂറ്റാണ്ടിൽ എന്ന് കസ്തല്ലാനി പറയുമോ? നബിയെ സ്നേഹിക്കൽ 6-ാം നൂറ്റാണ്ടിലാണ് തുടങ്ങിയത് എന്ന് ഇബ്നു ഹജർ അസ്കലാനി പറയുമോ? ഇമാം സുയൂത്തി പറയുമോ? കാരണം അത് പ്രമാണമാണ്, ഖുർആനിലുണ്ട്, സുന്നത്തിലുണ്ട്. ഹജ്ജ് തുടങ്ങിയത് 6-ാം നൂറ്റാണ്ടിലാണോ? ഉംറ തുടങ്ങിയത് 6-ാം നൂറ്റാണ്ടിലാണോ? സക്കാത്ത് തുടങ്ങിയത് 6-ാം നൂറ്റാണ്ടിലാണോ? ളുഹ്ർ തുടങ്ങിയ 6-ാം നൂറ്റാണ്ടിലാണോ? 2 പെരുന്നാൾ തുടങ്ങിയ 6-ാം നൂറ്റാണ്ടിലാണോ? അല്ല അല്ല അല്ല. ഖുർആൻ കൊണ്ട് സുന്നത്ത് കൊണ്ട് തെളിവ് കൊണ്ട് നമുക്ക് തെളിയിക്കാൻ സാധിക്കും. പക്ഷേ നബിദിനത്തെ കുറിച്ച് ഞങ്ങൾ പറയുന്നത് 6-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയെന്ന് നിങ്ങൾ പോലും പറയുന്നു. ഇതാണ് വിഷയം. ഞങ്ങളുടെ വിഷയം നബിയെ സ്നേഹിക്കണോ വേണ്ടെന്നല്ല. നബിയെ സ്നേഹിക്കുന്നത് ജന്മദിനത്തിലൂടെയാണെങ്കിൽ 6 നൂറ്റാണ്ട് വരെയുള്ള സഹാബികൾ, താബീകൾ നബിയെ സ്നേഹിച്ചിട്ടില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന ചോദ്യം നിഗന്ധങ്ങൾ മുഴങ്ങുമാറി ഞെട്ടുമ്പോ, പ്രമാണങ്ങൾ വന്ന് നിങ്ങളുടെ കാതുകളിൽ അടിക്കുമ്പോ, ചീട്ടുകൊട്ടാരം പോലെ സമസ്തയുടെ വാദങ്ങൾ തകർന്നു വീഴുമ്പോ കോപമുണ്ടാകുക സ്വാഭാവികമാണ്, വെറുപ്പുണ്ടാകുക സ്വാഭാവികമാണ്. സത്യം വരും, സത്യം വിജയിക്കും, അസത്യം പരാജയപ്പെടും. അതേ മലവെള്ളപ്പാച്ചിലിൽ പാഞ്ഞു പോകുന്ന ചപ്പു ചണ്ടിയെ പോലെ സമസ്തയുടെ ഖുർആനിക വിരുദ്ധാശയങ്ങൾ, സുന്നത്ത് വിരുദ്ധാശയങ്ങൾ 3 നൂറ്റാണ്ടിലെ മനുഷ്യർക്ക് പരിചയമില്ലാത്ത, 4 നൂറ്റാണ്ടിൽ പരിചയമില്ലാത്ത, 5 നൂറ്റാണ്ടിൽ പരിചയമില്ലാത്ത, 6 നൂറ്റാണ്ടിൽ പരിചയമില്ലാത്ത വാദമുഖങ്ങൾ അറബിക്കടലിന്റെ ഗാഥകളിലേക്ക് ഒലിച്ചു പോകുന്നുവെങ്കിൽ അത് ഞങ്ങളുടെ പ്രഭാഷണ ചാതുരി കൊണ്ടല്ല, ഞങ്ങളുടെ കൈകളിലെ സിമെന്റഡ് പ്രൂഫ്, സോളിഡ് എവിഡൻസ്, ബ്രിങ് ദ എവിഡൻസ് എന്ന ഖുർആനിന്റെ ചോദ്യമാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പ്രാപ്തരാക്കിയത്. ആയുധമില്ല, അധികാരത്തിന്റെ ബലമില്ല, കരിങ്കൽ കോറികളിലെ കല്ലിന്റെ ബലമില്ല, ആയുധങ്ങളുടെ ബലമില്ല, വെട്ടുകത്തിയുടെ ബലമില്ല, അതുപോലെ CBIയുടെ ബലമില്ല, അധികാരങ്ങളുടെ ബലമില്ല, ആദർശത്തിന്റെ ബലമല്ലാതെ ലോകത്തിന്റെ ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ, നഗരങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ പിടിച്ചുകുലുക്കി മനുഷ്യന്റെ മനസ്സ് കടന്നുപോയ അല്ലാഹുവിന്റെ ഖുർആനും അതിന്റെ വിശദീകരണമായ റസൂലുള്ളാഹിന്റെ സുന്നത്തുമല്ലാതെ ഞങ്ങളുടെ കയ്യിൽ മറ്റൊരായുധമില്ല. അപ്പൊ നിങ്ങൾ ആലോചിക്ക്, ആഴത്തിൽ പഠിച്ചു നബിദിനത്തെ കുറിച്ച് 6-ാം നൂറ്റാണ്ടിലേ ഉള്ളൂ, അപ്പുറത്തേക്കില്ല. ഇനി പറയൂ,
ഇനി പറയൂ, നബി ചെയ്തൊരു കാര്യം അത് ചെയ്ത പോലെ ചെയ്യണമെന്ന് പറയുന്നത് ഞങ്ങളാണോ പുത്തൻവാദി? 6 നൂറ്റാണ്ട് കഴിഞ്ഞ് ആരോ തുടങ്ങിയത്, അതാണോ പുത്തൻവാദം? നിങ്ങൾക്ക് എന്ത് പറ്റി മനുഷ്യരെ? നിങ്ങൾക്ക് എന്തായിപ്പോയി? അതേ ലേഖനം ലൗകിക കാര്യങ്ങളിൽ കൂടുതൽ വ്യാപൃതരാവുകയും ചെയ്തപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ മതതത്വങ്ങളിലേക്കും പ്രവാചകചര്യയിലേക്കും ആകർഷിക്കാൻ വേണ്ടിയാണ് പ്രവാചകരുടെ ജന്മദിനം വിപുലമായി ആഘോഷിച്ചു തുടങ്ങിയത്. എന്താ എങ്ങനെ ജനങ്ങൾ ഇങ്ങനെ എന്നിരുന്ന പോലെ നന്നാക്കാനാണ് ഇതൊക്കെ ഞങ്ങൾ തുടങ്ങിയത്. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, ഇതുണ്ടായിരുന്നില്ല, ഇതില്ലാത്തതാണ്, ഇത് നിങ്ങൾ എഴുതിയതാ. അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്ത് പറയാണ്ട്? ഇത് എഴുതിയ പ്രവർത്തകൻ നബി സ്നേഹമുള്ള ആളാണോ അല്ലേ? ഇത് പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണാലയം നബിയെ സ്നേഹിച്ചവരാണോ അല്ലേ? നിങ്ങളാ പറയേണ്ടത്. തീർന്നില്ല. അടുത്തത് ഓരോന്നോരോ കാര്യങ്ങൾ. അടുത്തത് അൽ മുഅല്ലിം മാസിക. അൽ മുഅല്ലിം മാസിക അതിന്റെ 2006 ഏപ്രിൽ 2006 പേജ് 7. ഇനി നമുക്ക് ശ്രദ്ധിച്ചോളിട്ടോ, ഇനി നമുക്ക് നബിദിനം ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം. എങ്ങനെ? ഇനി നമുക്ക് നബിദിനം ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം. മനസ്സിലായിക്കോളിട്ടോ, കേട്ടോളി. അൽ മുഅല്ലിം മാസിക ഇതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ, മുജാഹിദുകളുടെ ലേഖനമല്ല, മുജാഹിദുകളുടെ അഭിപ്രായമല്ല, മറിച്ച് മനസ്സിലാക്കിക്കോളി, നബി തിരുമേനിയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സുബഹി നിസ്കരിക്കുന്ന സമ്പ്രദായം നിലവിലില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ എഴുതാൻ പറ്റുമോ? കാരണം അതുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ളുഹർ ഇല്ലായിരുന്നില്ല. പക്ഷെ ഇവിടെ പറയുന്നതോ നബിദിന ആഘോഷം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഏതാ പുത്തൻ? തീർന്നില്ല, ആഘോഷമുണ്ടായിരുന്നില്ല. തിരുമേനിയുടെ കാലത്തെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്മാരുടെ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നബി തിരുമേനി വ്യക്തമായൊന്നും നിർദ്ദേശിച്ചിട്ടില്ല. കണ്ടോ, നബിദിനത്തെക്കുറിച്ച് നബി വ്യക്തമായി ഒന്നും നിർദ്ദേശിച്ചിട്ടില്ല. ഇതേ ഞങ്ങളും പറഞ്ഞുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇത് പറയുമ്പോ മറന്നു പോകാതിരിക്കാൻ ഓർമ്മപ്പെടുത്തിയ ഞാൻ. നിങ്ങൾ ഇന്ന് ഉസ്താദിന്റെ അടുത്തിയല്ല, ഇവിടെ ഒരുപാട് സുന്നി പള്ളികളുണ്ടല്ലോ, APEK സുന്നികളുണ്ടല്ലോ. ആ ഉസ്താദിന്റെ സന്നിധാനത്തിൽ ചെന്നിട്ട് മക്കളെ അടിവരയിട്ടോ, ഉസ്താദേ ളുഹർ നിസ്കരിക്കേണ്ടത് എങ്ങനെ? ബുഖാരിയിൽ നിന്ന് പഠിപ്പിച്ചു തരുമോ? മുസ്ലിമിൽ നിന്ന് പഠിപ്പിച്ചു തരുമോ? അബൂദാവൂദിൽ നിന്ന് പഠിപ്പിച്ചു തരുമോ? അവിടെ പഠിപ്പിക്കാൻ രേഖയുണ്ട്. ഉസ്താദേ, ചെറിയ പെരുന്നാളിന് ഭക്ഷണം കഴിക്കണമോ കഴിക്കണ്ടേ? ചെറുതായിട്ട് ഭക്ഷണം കഴിക്കണം, കുടിക്കണം, പുതുവസ്ത്രം ധരിക്കണം, സുഗന്ധം പൂശണം, തക്ബീർ ചൊല്ലി ഈദ്ഗാഹിലേക്ക് പോകണം, അവിടെ 2 റക്അത്ത് നിസ്കരിക്കണം, ഇമാമിന്റെ ഖുതുബ കേൾക്കണം, വ്യത്യസ്ത വഴികളിലൂടെ പോരണം, സദഖ ചെയ്യണം. ഇതൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. ബലിപെരുന്നാളിലുണ്ട്, എല്ലാം ഹദീസിലുണ്ട്. ഉസ്താദിനോട് ചോദിക്കി, റബീഉൽ അവ്വൽ 12 ഒരു പ്രത്യേക ദിവസം നബിദിനത്തിന്റെ ഭാഗമായി ചെല്ലേണ്ട ദിക്റേത്, ചെല്ലേണ്ട ഇബാദത്തേത്, ചെയ്യേണ്ട കർമ്മമേത്? ബുഖാരിയിൽ നിന്ന് ഉദ്ധരിക്കൂ, മുസ്ലിമിൽ നിന്ന് ഉദ്ധരിക്കൂ, അബൂദാവൂദിൽ നിന്ന് ഉദ്ധരിക്കൂ. ഇല്ല പ്രിയപ്പെട്ടവരെ, നബി ജനിച്ച ദിവസം തിങ്കളാഴ്ചയാണ്, അന്നാണ് നബിയായത്, അന്നാണ് ഖുർആൻ അവതരിച്ചത്. അന്ന് നോമ്പ് നോൽക്കാനല്ലാതെ ഇന്നിവര് കാണിക്കുന്ന ഏതെങ്കിലും ഒന്നിന് ഹദീസുകളിൽ കൽപ്പനയില്ലെങ്കിൽ എങ്ങനെ പെരുന്നാൾ ആഘോഷിക്കണമെന്ന് പഠിപ്പിച്ച ഹദീസ്, എങ്ങനെ നോമ്പ് നോൽക്കണമെന്ന് പഠിപ്പിച്ച ഹദീസ്, എങ്ങനെ സക്കാത്ത് കൊടുക്കണമെന്ന് പഠിപ്പിച്ച ഹദീസിൽ നബി ഇത്ര മഹാനായിട്ട് പോലും ആ നബിയുടെ ജന്മദിനം കൊണ്ടാടുന്നതിനെ കുറിച്ച് പരാമർശമില്ലെങ്കിൽ അവരാരും നബിയെ സ്നേഹിക്കാത്തവരാണ് എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്, നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പിന്നെ നബിദിനം എങ്ങനെ കൊണ്ടാടി രേഖപ്പെടുത്തി, ഹദീസിൽ രേഖപ്പെടുത്തി. ഇന്നെന്ന കോലം ഇല്ല, തെളിയിക്കാൻ സാധ്യമല്ല, പ്രമാണത്തിലില്ല എന്ന് നിങ്ങൾ അംഗീകരിച്ചു. അതേ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ. തീർന്നില്ല. അടുത്തത് ഓരോ കാര്യങ്ങളിലും സുന്നി അഫ്കാർ വാരിക 1999 ജൂൺ 23 ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വന്ധ്യഗുരുനാഥനും പ്രസിദ്ധ പണ്ഡിതനുമായ ഇമാം അബൂ ശാമ പറഞ്ഞത് ഇപ്രകാരം സംഗ്രഹിക്കാം. വർഷം തോറും നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടന്നുവരുന്ന
ദാനധർമ്മങ്ങളും സത്കർമ്മങ്ങളും അടിവരട്ടോളിട്ടോ. സുന്നി അഫ്കാറാ, സുന്നി അഫ്കാർ. നിങ്ങളെ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരെഴുതിയ സുന്നി അഫ്കാർ 1999 ജൂൺ 23. ഇത് ഞങ്ങൾ എഴുതിയാലോ നിങ്ങൾ വിമർശിക്കും, കുറ്റപ്പെടുത്തും, പുത്തൻവാദികളാണെന്ന് ഞങ്ങൾ വിളിക്കും. പക്ഷേ നിങ്ങളുടെ സുന്നി അഫ്കാറിലായിരുന്നത് ഇമാം നബവിയുടെ വന്ധ്യഗുരുനാഥനും പ്രസിദ്ധ പണ്ഡിതനുമായ ഇമാം ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇപ്രകാരം സംഗ്രഹിക്കാം. വർഷം തോറും നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടന്നു വരുന്ന ദാനധർമ്മങ്ങളും സത്കർമ്മങ്ങളും സന്തോഷ പ്രകടനങ്ങളും അലങ്കാരങ്ങളുമെല്ലാം നമ്മുടെ കാലത്തുണ്ടായ ഏറ്റവും നല്ല പുത്തനാചാരങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഇതേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, ഇതേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഇത് പുത്തനാചാരമാണ് എന്ന് നിങ്ങൾ അബൂ ഉസാമ രേഖപ്പെടുത്തിയത് ഇമാം നബവിയാണ് രേഖപ്പെടുത്തുന്നത്. സുന്നി അഫ്കാറാണ് പറയുന്നത്. ഇത് നിങ്ങൾ പറയുമ്പോ ശരിയും ഞങ്ങൾ പറയുമ്പോ തെറ്റുമാകുന്ന ആ പൊറാട്ട് നാടകത്തിന്റെ പേരെന്താണ് എന്നെനിക്കറിയില്ല. അതിന് നിങ്ങളാണ് പേര് നൽകേണ്ടത്. നിങ്ങൾ പറയുന്ന ഇക്കാലത്തുണ്ടായതാ പുത്തനാചാരമാണ്. ഈ പുത്തൻ എന്ന മലയാളത്തിന്റെ അർത്ഥം അറബിയാണ്. ബിദ്അത്ത് എന്നത് ഞാൻ പറഞ്ഞു തരാതെ നിങ്ങൾക്കറിയാം. അതാണ് മതത്തിൽ ബിദ്അത്തുണ്ടാക്കൽ എന്ന് ഞങ്ങൾ പറഞ്ഞത്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ പ്രവൃത്തിയിലില്ലാത്ത ഒന്ന് ദാനധർമ്മം ചെയ്തോളൂ നബി പഠിപ്പിച്ച പോലെ, സത്കർമ്മങ്ങൾ ചെയ്തോളൂ നബി പഠിപ്പിച്ച പോലെ, സന്തോഷ പ്രകടനം നടത്തിക്കോളൂ നബി പഠിപ്പിച്ച പോലെ. ഇതാ ഞങ്ങൾ പറയുന്നത്. നിങ്ങളോ തോന്നിയതുപോലെ ചെയ്യാം, കുഴപ്പമില്ല. ഞങ്ങൾ പറയുന്നത് പോരാ, അത് ബിദ്അത്താണ്. കാരണം മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. മൻ അമില അമലൻ, നമ്മൾ പ്രവർത്തിക്കാത്ത ഒരു പ്രവൃത്തി ദീനിൽ ഒരാൾ പ്രവർത്തിച്ചാൽ എന്ന് പറഞ്ഞാൽ, നബിദിനത്തിന്റെ ബാനർ കെട്ടി ഒരു തെങ്ങിൽ കയറിയ ഒരു കുട്ടി പള്ളട്ട് കയറിയത് ബാക്കി പുണ്യല്ല, പള്ളട്ട് കയറിയത് ബാക്കി പുണ്യല്ല. നബിദിനത്തിന്റെ ഫണ്ട് കൊടുത്തു ഒരു പണക്കാരൻ, കൊടുത്തത് ബാക്കി പുണ്യല്ല. നബിദിനത്തിന് വേണ്ടി ഒരു നോട്ടീസ് ഇറക്കി, പുണ്യല്ല. നബിദിനത്തിന് വേണ്ടി ഒരു ഓഫർ നൽകി, പുണ്യല്ല. നബിദിനം സ്ഥാപിക്കാൻ ഒരു പണ്ഡിതനെ കൊണ്ടുവന്നു, പുണ്യല്ല. ഏതുപോലെ നഖം വെട്ടുന്നതിന്റെ പുണ്യം പോലും, മീശ വെട്ടുന്നതിന്റെ പുണ്യം പോലും, വഴിയിൽ നിന്ന് കല്ലെടുത്തിരുന്നതിന്റെ പുണ്യം പോലും സൂക്ഷിക്കണം. ഇതടുത്ത ക്ലിപ്പിംഗ് ആണ്. ഇതിന്റെ ബാക്കി ഭാഗം കൂടി ജനങ്ങൾ കേൾക്കണം. എന്തുകൊണ്ട്? നഖം വെട്ടാൻ റസൂല് പഠിപ്പിച്ചു, മീശ വെട്ടാൻ റസൂല് കൽപ്പിച്ചു, കല്ലെടുത്ത് മട്ടാൻ റസൂല് കൽപ്പിച്ചു. നബിദിനം നടത്താൻ റസൂല് കൽപ്പിച്ചില്ല, പ്രവർത്തിച്ചില്ല, പറഞ്ഞില്ല. ഒരു നഖം വെട്ടുന്നതിന്റെ പുണ്യമുണ്ടായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പഠിപ്പിക്കും.